ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വീടുകളുടെ ഉള്ളിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. എവിടെ നോക്കിയാലും തുണികളുടെ ഒരു സംസ്ഥാന സമ്മേളനമായിരിക്കും അല്ലേ. നമ്മൾ പിന്നെ റൂമിലൊന്നും പ്രത്യേകിച്ച് അഴയൊന്നും കെട്ടിയിട്ടില്ല. മേലെ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ അത് ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സെറ്റി ഉണ്ട്. സെറ്റിൻ്റെ മേലെ കൂടെയൊക്കെ കുട്ടി കുട്ടി ട്രൗസറുകളൊക്കെ ഇടും. പിന്നെ ബാക്കി ഇതാ ഈ ഒരു നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഇതുണ്ടല്ലോ ഗ്ലാസ്, അവിടെയും ഇതേപോലെയൊക്കെ ഇടും കേട്ടോ. നമ്മുടെ പിന്നെ പുറത്ത് സൺസൈഡിൻ്റെ അവിടെ അഴ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം തോരുന്നവരെയൊക്കെ അവിടെ ഇടും. പിന്നെ വെള്ളം നന്നായിട്ട് ഒറ്റ ശേഷമാണ് ഇവിടെ മേലെ കൊണ്ടുവന്ന് ഇടുക. അപ്പോൾ ഇന്ന് തിരുമ്പിയ തുണികൾ അവിടെ ഇടും. അപ്പോൾ തലേ ദിവസത്തെ നേരെ ഇവിടെ കൊണ്ടുവന്നിടും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കിട്ടുകയൊക്കെ ചെയ്യും. മക്കളൊക്കെ താഴെ ആ കോഴിക്കുട്ടികളെ കൂടെ കളിക്കായിരുന്നു. അപ്പം ഞാൻ മെല്ലെ മേലെ ടെറസിലേക്ക് വന്നാണ് കേട്ടോ. മക്കളെ കൂട്ടിയിട്ട് ടെറസിലേക്ക് വരുന്ന വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടെ 2 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടെറസിൽ കൂടെയൊക്കെ അത്യാവശ്യം പായലൊക്കെ ഉണ്ട്. വെള്ളം നിൽക്കുന്നൊന്നുമില്ല, എന്നാലും മഴയൊക്കെ കൂടുതലായിട്ട് പെയ്യുമ്പോൾ പായലൊക്കെ വരും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു. നല്ല രസമാണ് നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ കുറച്ച് നേരമെങ്കിലും ഇങ്ങനെ വെറുതെ ഇരിക്കണമെന്ന് പറയാറില്ലേ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും കുട്ടികൾ വലുതായെന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ടെറസിൻ്റെ മേലെ വരുന്ന ബക്കറ്റിൽ വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മെല്ലെ മറിച്ച് കാലിക്കൂടെ തന്നെ മറിച്ചത്. എനിക്ക് വെള്ളം കാണുമ്പോൾ കാല് കഴുകുന്ന ഒരു അസുഖമുണ്ട് കേട്ടോ. അങ്ങനെ ആ വെള്ളമൊക്കെ മറിച്ച് കളഞ്ഞു. പിന്നെ അപ്പോഴത്തേക്കും ഇക്ക ഉറങ്ങായിരുന്നു, ഇക്ക എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ ചായ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ചായ ഉണ്ടാക്കി ചായക്ക് കുടിച്ചു. അപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുട്ടികളെ കയ്യും കാലും കഴിപ്പിക്കലും അവരെ മദ്രസത്തെ പഠിപ്പിക്കലും സ്കൂളത്തെ പഠിപ്പിക്കലും പിന്നെ രാത്രിയിലുള്ള ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കൂടെയായിട്ട് ഞാൻ നല്ല ബിസി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.